السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عائشة رضي الله عنها قالت: كان رسول الله صلى الله عليه وسلم إذا اغتسل من الجنابة يبدأ فيغسل يديه ثم يفرغ بيمينه على شماله فيغسل فرجه ثم يتوضأ وضوءا للصلاة ثم يأخذ الماء فيدخل أصابعه في شعر رأسه حتى إذا رأى أن قد استبرأ حفن على رأسه 3 حفلات ثم أفاض على سائر جسده ثم غسل رجليه. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അനിവാര്യമായ കുളിയുടെ നിർബന്ധമായ ഏതെല്ലാം കുളികളുണ്ട്, സുന്നത്തായ ഏതെല്ലാം കുളികളുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇനി അതിൻ്റെ അർക്കാനുകളെ സംബന്ധിച്ച്, വാജിബാത്തുകളെ സംബന്ധിച്ചും ആണ് മനസ്സിലാക്കാനുള്ളത്. ഏതൊരു കാര്യത്തിനും എന്നതുപോലെ നിയ്യത്ത് അനിവാര്യമാണ്. നിയ്യത്തില്ല എങ്കിൽ എത്ര വലിയ കാര്യമായിരുന്നാലും അത് പരിഗണിക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സുപരിതവും വളരെ ആഴത്തിലുള്ളതുമായ ആ നിയ്യത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ഹദീസിലുള്ളത്: ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. എല്ലാ കർമ്മങ്ങളും നിയ്യത്ത് അനുസരിച്ചാണ്. ഒരാൾക്ക് കർമ്മത്തിൻ്റെ ഫലം അള്ളാഹു തൂക്കി കണക്കാക്കി കൊടുക്കുന്നത് അയാൾ എങ്ങനെയെങ്കിലും ചെയ്തിട്ടല്ല, എന്തുകൊണ്ടാണത് ചെയ്തത്, ആ മനസ്സിൽ എന്തായിരുന്നു അത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഉദ്ദേശം, എന്ത് കരുതിയിട്ടാണ് അയാൾ ചെയ്തത് എന്നതാണ് പരിഗണിക്കപ്പെടുക. അത് എല്ലാ കാര്യത്തിനും അനിവാര്യമാണ്. ഇവിടെ നിർബന്ധമായ കുളിയാണെങ്കിൽ ഏത് കുളിക്കാണ്, എന്തിനാണ് ഞാനിപ്പോൾ കുളിക്കുന്നത് എന്ന് നിയ്യത്തുണ്ടാകണം. അത് ജനാപത്തുകാരനോ ജനാപത്തുകാരിയോ ആണെങ്കിൽ ജനാപത്തിൽ നിന്ന് തഹാറത്താകാൻ വേണ്ടി, ഹൈലുകാരിയാണെങ്കിൽ ആ ഹൈലിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടി, വിലാദത്ത് പ്രസവത്തിന് ശേഷമുള്ളതാണ് എങ്കിൽ 40 ദിവസം കഴിഞ്ഞ് കുളിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മുക്തമാകുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള നിർബന്ധമാണോ സുന്നത്താണോ ഏത് കുളിയാണോ കുളിക്കുള്ള ആ ഒരു കരുതൽ, ആ ഒരു ഉദ്ദേശം, ഇതിൽ നിന്ന് ത്വഹാറത്താകാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്ത് അനിവാര്യമാണ്. രണ്ടാമത്തെ, ശരീരം മുഴുവൻ നനയുക എന്നുള്ളതാണ്. എല്ലാ ഭാഗവും വളരെ കൃത്യമായി വ്യക്തമായി നനയണം. അതിൻ്റെ കൈഫിയത്തിൻ്റെ രൂപം വ്യക്തമാക്കുന്ന, പഠിക്കാൻ കഴിയുന്ന ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലെ 155-ാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതൊന്നുകൂടി വായിക്കുമ്പോൾ അതിൻ്റെ രൂപം നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത് എന്നുകൂടി മനസ്സിലാക്കണം, പഠിക്കണം. അതിനനുസരിച്ച് നമ്മൾ കുളിക്കാൻ ശീലിക്കണം, അറിയാം. എങ്കിൽ പോലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക മാത്രം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്. ഉമ്മ ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയാം: ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഗതസല മിനൽ ജനാബത്തി. ജനാബത്തിൽ നിന്ന് കുളിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചിട്ടുണ്ട്. യബ്ദഉ ഫയഗ്സിലു യദൈഹി. അദ്ദേഹം ആദ്യമായി തൻ്റെ കൈകൾ കഫ് വരെ, അതായത് ഞെരിയാണി വരെ 3 പ്രാവശ്യം കഴുകും. അത് എല്ലാ കാര്യത്തിലും, ഉളുവിലാണെങ്കിലും ഒക്കെ 3 പ്രാവശ്യം കഴുകും. നിർബന്ധമാണെങ്കിൽ 1 പ്രാവശ്യം കഴുകിയാൽ മതി. ഇനി വെള്ളം ധാരാളമായിട്ടുണ്ട്, 3-ൽ കൂടാൻ പറ്റുമോ? ഇല്ല. കടലിലാണെങ്കിൽ പോലും 3 പ്രാവശ്യത്തിൽ കൂടാനും പാടില്ല. ഇസ്രാഫാണ്, ദുർവ്യയം. എല്ലാ മേഖലകളിലും ഉള്ള ദുർവ്യയം സൂക്ഷിക്കണം എന്ന് ഈ വരൾച്ചയുള്ള കാലത്ത് പ്രത്യേകം എല്ലാ ഭാഗത്തും എഴുതി വെച്ചിട്ടുണ്ടാവും. വെള്ളം മിതമായി ഉപയോഗിക്കുക. അത് എല്ലാ ജീവിതത്തിലും ഉപയോഗിക്കേണ്ട, വരൾച്ച കാലത്ത് മാത്രമല്ല, മിതത്വം പാലിക്കുക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം കൈകൾ രണ്ടും കഴുകിയാൽ സുമ്മ യുഫ്രിഗു ബിയമീനിഹി അലാ ശിമാലിഹി. വലത് കൈയിൽ വെള്ളം എടുത്ത് വലതിനെ മുന്തിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എല്ലാ രംഗത്തും വലതിനെ മുന്തിക്കുക. അങ്ങനെ വലത് കൈയിൽ വെള്ളം എടുത്ത് ഇടത് കൈയിൽ ഒഴിക്കും.
ഫയഗ്സിലു ഫർജഹു, എന്നിട്ട് ഗുഹ്യഭാഗങ്ങൾ കഴുകും. അപ്പോൾ അവിടെയും വലതു ഭാഗത്തെ വെള്ളം എടുക്കാനും ഇടതു ഭാഗത്തെ കഴുകാനും ഉപയോഗിച്ചു. സുമ്മ യതവല്ലഉ ഉളൂഅൻ ലിസ്സലാത്തി, എന്നിട്ട് ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കഴുകാൻ തുടങ്ങുന്നതിന് മുമ്പ്, കുളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഉളൂ എടുക്കും. എങ്ങനെ? നിസ്കരിക്കാൻ വേണ്ടി ഉളൂ ചെയ്യുന്നത് പോലെ തന്നെ ഉളൂ എടുക്കും. ആദ്യം വലത്തെ കൈയും പിന്നെ ഇടത്തെ കൈ, പിന്നെ വായിലും മൂക്കിലും വെള്ളം കയറ്റി ചീറ്റി മുഖം കഴുകി, കൈ മുട്ടുവരെ കഴുകി, അങ്ങനെ തലയും ചെവിയും ഒക്കെ തടവി കാല് കഴുകുന്നത് മാത്രം ഒഴിച്ചവിടെ മാറ്റിവെക്കും. സുമ്മ യഖുദു അൽമാഉ ഫയദ്ഖിലു അസാബിഅഹു ഫീ ശഅരി റഅസിഹി ഹത്താ ഇദാ റഅ അൻഖദ ഇസ്തബ്റഅ. അങ്ങനെ വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ച്, ശരീരത്തിൻ്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഒഴിക്കുന്ന പോലെ ഒഴിച്ച്, തലയിൽ ഒഴിക്കുന്ന ഭാഗത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ച് ശരിയായ രൂപത്തിൽ തലയുടെ മുടി ഇഴകളിലൊക്കെ ഓടിച്ച് കഴുകുന്ന രൂപത്തിൽ വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചാൽ പോരാ, അല്ലെങ്കിൽ ഷവറിൽ താഴെ നിന്നാൽ പോരാ, കുളത്തിൽ ചാടി ഇറങ്ങിയാൽ പോരാ, ബക്കറ്റിലാണെങ്കിൽ കപ്പിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചാൽ പോരാ. അത് ആ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ തലയുടെ മുടിയുടെ ഇഴകളിൽ കൂടി ഓടിച്ചു കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹഫന അലാ റഅസിഹി സലാസ ഹഫനാത്തിൻ, പിന്നെ 3 വെള്ളം പ്രാവശ്യം കോരി തലയിൽ ഒഴിച്ചു. അപ്പോൾ വലതുഭാഗത്ത് തുടങ്ങുക, ഇടതുഭാഗത്ത് തുടങ്ങുക, പിന്നെ തലയിൽ വെള്ളം കോരി ഒഴിക്കുക എന്ന രൂപത്തിൽ ചെയ്തു. സുമ്മ അഫാദ അല സായിരി ജസദിഹി, പിന്നെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും വെള്ളം എത്താവുന്ന രൂപത്തിൽ മുഴുവൻ വെള്ളവും ഒഴിച്ചു. ഇങ്ങനെ ആദ്യം കൈ കഴുകി തുടങ്ങി, പിന്നെ ഗുഹ്യഭാഗം കഴുകി വൃത്തിയാക്കി, പിന്നെ വുളൂ ചെയ്തു, പിന്നെ വലത് കൈ കൊണ്ട് വെള്ളം കോരി എടുത്ത് ശരീരത്തിൻ്റെ വലതും പിന്നെ ഇടതും ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും തലയിൽ വെള്ളം കോരി ഒഴിച്ചു. തലയിലെ മുടികളൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ശരീരം മുഴുവനും കഴുകി വൃത്തിയാക്കാവുന്ന രൂപത്തിൽ വെള്ളം കോരി ഒഴിച്ച് വൃത്തിയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായിട്ട് സുമ്മ വസല രിജ്ലൈഹി, മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, കുളിക്കാൻ വേണ്ടി നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മാറി നിന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാറുണ്ടായിരുന്നത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ജനാപത്തുകാരിയാണെങ്കിൽ സമൃദ്ധമായി മുടിയൊക്കെ ഉണ്ടാവും. അത് മടഞ്ഞു കെട്ടിയതോ അതല്ലെങ്കിൽ ഒതുക്കി കെട്ടിയതൊക്കെ ആണെങ്കിൽ, ജനാപത്തുകാരിയാണെങ്കിൽ അതിൻ്റെ ഇഴകൾ മുഴുവൻ അഴിച്ച് കഴുകേണ്ടതില്ല എന്നും, എന്നാൽ ഹൈദോ നിഫാസോ അല്ലെങ്കിൽ വിനാദത്തൊക്കെയുള്ള സ്ത്രീകളാണെങ്കിൽ അത് അഴിച്ച് മുഴുവൻ കഴുകി വൃത്തിയാക്കേണ്ടതാണ് എന്നും മറ്റൊരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ രംഗത്തും നമ്മൾ പഠിക്കേണ്ടെന്ന അറിയേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക. ആദ്യമായിട്ട് നിയ്യത്തുണ്ടാകുക, ഉളു എടുക്കുക, ഗുഹ്യഭാഗം കഴുകുക, വലതു ഭാഗം കൊണ്ട് തുടങ്ങുക, ഇടത് കൊണ്ട് തുടങ്ങുക, തലയിൽ വെള്ളം കോരി ഒഴിക്കുക, ശരീരം മുഴുവൻ കോരി ഒഴിക്കുക. കുളിയൊക്കെ അവസാനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ നിന്ന സ്ഥലത്ത് നിന്ന് ഒരൽപ്പം മാറി നിന്ന് കാലും കഴുകുക. ഇതാണ് കുളിക്കേണ്ടുന്ന രൂപം എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവ ജീവിതത്തിൽ പകർത്താനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യകമായി നാം വന്നു പോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൻ്റെ, റിസ്ഖിൻ്റെ, മഈഷത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ ക്ലേശങ്ങളുമൊക്കെ അള്ളാഹു അവർക്കും നമുക്കും എളുപ്പമാക്കി തന്ന് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീങ്ങളായി തുടരാനും
ചെയ്യാനും മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടച്ച് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.